നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് അക്കൗണ്ടിനെ എങ്ങനെ ബ്രാൻഡഡ് അക്കൗണ്ട് ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനാദ്യം നമ്മൾ യൂട്യൂബിൽ നമ്മളെ ചാനൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് അക്കൗണ്ട് എടുക്കുക. ചാനൽ അതിൽ റൈറ്റ് സൈഡിൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കുമ്പോൾ ഒരു ഓപ്ഷൻ വരും, പോപ്പപ്പ് വരും. അതിൽ പെർമിഷൻസ് ക്ലിക്ക് ചെയ്യുക. പെർമിഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂസർ ഓണർ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ മാനേജ് പെർമിഷൻസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ബ്രാൻഡഡ് അക്കൗണ്ട് അല്ല. അപ്പോൾ നമുക്കിനി ബ്രാൻഡഡ് അക്കൗണ്ടാണ് ഇതാക്കേണ്ടത്. അതിന് പകരം ചാനൽ എടുക്കുക. ചാനൽ എടുത്തിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുക്കുക. അവിടെ ഏറ്റവും താഴെ പോകുമ്പോൾ മാനേജ് യൂട്യൂബ് അക്കൗണ്ട്സ് അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഒരു പേജിൽ വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ഓർ മാനേജ് യുവർ ചാനൽ. അതായത് പുതിയൊരു ചാനൽ ആഡ് ചെയ്താലേ നമുക്ക് ഈ അക്കൗണ്ടിനെ ബ്രാൻഡഡ് അക്കൗണ്ടാക്കി മാറ്റാൻ പറ്റുള്ളൂ. ആ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ചാനലിനെയാണ് നമ്മൾ ബ്രാൻഡഡ് അക്കൗണ്ട് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആഡ് ഓർ മാനേജ് യുവർ ചാനൽ എടുക്കുക. അതെടുത്തിട്ട് ക്രിയേറ്റ് എ ചാനൽ കൊടുക്കുക. ചാനൽ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ ഉള്ള ചാനലിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ തൽക്കാലം ഏതെങ്കിലും ഒരു സാമ്പിൾ നെയിം കൊടുത്താൽ മതി. കാരണം ഈ കൊടുക്കുന്ന നെയിം വെച്ചിട്ടുള്ള ചാനൽ നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ പഴയതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി അതല്ല, പുതിയ ഒരു പേജാണ് പുതിയൊരു ചാനലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, എന്നിട്ട് ആ ചാനലിനെയാണ് നമ്മൾ ബ്രാൻഡഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എന്താണോ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആ പേര് തന്നെ കൊടുക്കുക. പിന്നെ നമ്മളൊന്നും ബ്രാൻഡഡ് ആക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ബ്രാൻഡഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുക. നമുക്ക് പഴയതിനെ പുതിയതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ ഇനി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് മെസ്സേജ് ചോദിക്കും. അത് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കയറുക. അങ്ങനെ നമ്മൾ നമ്മുടെ വെരിഫിക്കേഷൻ കോഡിന് വേണ്ടി ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ OTP വരും. അതുവഴി നമ്മൾ കൊടുത്തു. അപ്പോൾ ഉടൻ ഇതിലോട്ട് വരുന്നു, ഈ പേജിലോട്ട് വരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ പോലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുക. അപ്പോൾ വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ, പുതിയ ചാനലായതുകൊണ്ട് വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്തു. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് പെർമിഷൻസ് കൊടുക്കുമ്പോൾ കണ്ടോ, മാനേജ് പെർമിഷൻസ്. അതായത് നമ്മളിപ്പോൾ ആക്ച്വലി ഒരു ബ്രാൻഡഡ് അക്കൗണ്ടിലോട്ട് മാറിക്കഴിഞ്ഞു. പെർമിഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ വെബ്-ലേഡ് ഓൺലൈൻ ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇപ്പോൾ ബ്രാൻഡഡ് അക്കൗണ്ടായി മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളത് ക്ലോസ് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ആദ്യത്തെ ചാനലിൽ കയറുക. അതിന് സ്വിച്ച് അക്കൗണ്ടിൽ കയറുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാനൽ. അതിലോട്ട് കയറുക. അതിൽ കയറിയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കുമ്പോൾ ചാനൽ എടുക്കുക, അഡ്വാൻസ് സെറ്റിങ്സ് എടുക്കുക, മാനേജ് യൂട്യൂബ് കണ്ടൻറ്റ്, വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, മൂവ് ചാനൽ ടു എ ബ്രാൻഡ് അക്കൗണ്ട്. അതായത് നമുക്ക് പഴയ അക്കൗണ്ടിനെയാണ് നമുക്ക് ബ്രാൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ അതെന്താണ്, നമ്മൾ പഴയതിൽ തന്നെ കയറിയത്. മൂവ് ചാനൽ ടു എ ബ്രാൻഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. മാറിപ്പോരുത്, അതാണ് ചെയ്യേണ്ടത്. പഴയതിൽ നിന്ന് വേണം പുതിയതിലോട്ട് മാറാൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിക്കും മൂവ് യുവർ യൂട്യൂബ് ചാനൽ ടു ഡിഫറെൻറ്റ് യൂട്യൂബ് മൂഡ്, ചൂസ് ആൻ അക്കൗണ്ട് ടു മൂവ് ദിസ് ചാനൽ ടു. അതായത് ഈ ചാനൽ എങ്ങോട്ടാണ് മാറ്റേണ്ടത്. ഇതാണ് നമ്മുടെ വെബ്-ലേഡ് ഓൺലൈൻ ബിസിനസ് സൊല്യൂഷൻ. ഇതിലോട്ടാണ് നമുക്ക് മാറ്റാനായിട്ടുള്ളത്. അപ്പോൾ റീപ്ലേസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ് ആൻഡ് വിഷ് ടു പ്രൊസീഡ്. ഡിലീറ്റ് ചാനൽ. ആർ ഷുവർ വാണ്ട് ടു മൂവ് ആൻഡ് അപ്ഡേറ്റ് യുവർ ചാനൽ. ചേഞ്ചസ് ദാറ്റ് വിൽ പ്ലേസ് മൂവ് യുവർ ചാനൽ നെയിം ആൻഡ് ഐക്കൺ വിൽ ബി അപ്ഡേറ്റഡ്. എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, യുവർ യൂട്യൂബ് ചാനൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി മൂവ്ഡ്. ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു 10 minutes. 10 minutes കഴിഞ്ഞ് നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ചാനൽ മാറിയിട്ടുണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ചാനൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബറും വ്യൂവേഴ്സൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളെപ്പോഴും റീപ്ലേസ് ചെയ്യേണ്ടത്. അത് ഓർത്തോണം. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയൊരു ചാനൽ ആയിട്ടൊരു ബ്രാൻഡഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് അക്കൗണ്ട് ചെയ്യണം. സ്വിച്ച് അക്കൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഴയ ചാനലിൽ നിന്നുകൊണ്ട് വേണം പുതിയതിനെ റീപ്ലേസ് ചെയ്യാൻ. അത് ഒരിക്കലും മറക്കരുത്, കൺഫ്യൂഷൻ ആകരുത്. അതൊന്നുകൂടെ ആലോചിച്ച് നോക്കി വേണം ചെയ്യാനായിട്ടുള്ളത്.